സാധാരണ ഒരു സ്ത്രീ അവരെ വെട്ടി നുറുക്കും അല്ലേ? നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന അങ്ങനെയല്ല. ഞാൻ മന്ത്രിയെ തൊട്ടില്ല, ആ സ്ത്രീയെ തൊട്ടില്ല. ഞാൻ ആ ഫോണിൽ അതെല്ലാം പകർത്തി 112 വിളിക്കുന്നത് വട്ടായവരാണെന്ന്. എന്റെ ബെഡ്റൂമില് എന്റെ ഭർത്താവിന്റെ കൂടെ എനിക്ക് കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കാണുമ്പോ സാധാരണ ഒരു സ്ത്രീ എന്താ ചെയ്യുക? ഞാൻ വിളിച്ചു, 112 വിളിച്ചു. അവര് വന്നു. പക്ഷെ അവർക്ക് അവരുടെ പരിധിയിലുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അവരുടെ പരിധിയിലുള്ള സ്റ്റേഷനല്ല. എനിക്ക് അതിനെ കുറിച്ചൊന്നും മനസ്സിലായില്ല. ബിക്കോസ് ഞാൻ വളരെ ഒരു ഡിസ്ട്രെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വിളിച്ചപ്പോൾ ലേഖ ചേച്ചി എന്റെ ബ്രദറിന്റെ വൈഫിനെ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് 112 കൺട്രോൾ റൂമിൽ വിളിച്ച് കാര്യം പറയാൻ പറഞ്ഞു. ബിക്കോസ് ഐ വാണ്ടഡ് പ്രൊട്ടക്ഷൻ. എന്റെ ഫോണെല്ലാം എടുക്കാനും മിനിസ്റ്ററുടെ സ്റ്റാഫ് ഡ്രൈവറായ ശാന്തൻ ശ്രമിച്ചപ്പോൾ ഞാൻ പോലീസിനെ വിളിച്ചു. ലേഖ ചേച്ചിയെ വിളിച്ച് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു 112 വിളിക്കാൻ. അങ്ങനെ വിളിച്ചു കഴിഞ്ഞ് പോലീസ് വന്ന് പുറത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു മന്ത്രിയുടെ ആരാണ്? ഞാൻ ഭാര്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്റ്റേഷൻ പരിധിയിലുള്ള ലൈസൻസ് ബട്ട് ഐ നീഡ് പ്രൊട്ടക്ഷൻ. എനിക്ക് വീട്ടിനുള്ളിലേക്ക് തിരിച്ചു പോയി എന്റെ സാധനങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പരിധിയിൽ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പിണറായി വിജയൻ സാറെ വിളിക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞല്ലോ മാഡം വെയിറ്റ് ചെയ്യൂ. അത് കഴിഞ്ഞ് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിങ്ക് പോലീസ് വരുന്നു. അത് കഴിഞ്ഞ് അവർ വന്നു കഴിഞ്ഞു. അത് വന്നു കഴിഞ്ഞപ്പോൾ മന്ത്രിയുടെ ഒരു സ്റ്റാഫ് പുറത്ത് വന്ന് പറഞ്ഞു അയ്യോ ചേച്ചി പോലീസൊക്കെ എന്തിനാ ചേച്ചിക്ക് ഉള്ളിൽ വന്നത്? ചേച്ചിയുടെ വീടാണ്. എനിക്ക് എന്റെ വീടാണ്. എനിക്ക് ഈ സാധനങ്ങൾ എടുക്കാൻ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഞാൻ ആ വീട്ടിൽ കയറില്ല എന്ന് പറഞ്ഞു. ഇല്ല ചേച്ചി വാ, ഉള്ളിൽ വാ എന്നപ്പോൾ പോലീസ് പിങ്ക് പോലീസ് പറഞ്ഞു മാഡം ഉള്ളിൽ പോകും, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ അങ്ങനെ വിളിക്കുന്ന ആവശ്യം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഞാൻ ഉള്ളിൽ പോയി ഞാൻ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് തിരിച്ച് എന്ത് പെട്ടി പാക്ക് ചെയ്യാനാ? 13 years ഓഫ് മൈ ലൈഫ് ഡെയർ. എന്താണ് ആ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ എന്താ പാക്ക് ചെയ്യുന്നത്? എന്നാലും ഞാൻ എന്തൊക്കെയോ പെട്ടിയിൽ വാരിയിട്ട് ഐ വാസ് ഇൻ സച്ച് എ ടെറിബിൾ സ്റ്റേറ്റ്. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും പ്രദീപ് അവിടെ വാതിൽ അടച്ചു കഴിഞ്ഞു, മെയിൻ ഡോർ അടച്ചു. So I was trying to open the door. എന്റെ കൈയെല്ലാം പിടിച്ച് മാറ്റി വാല് തുറക്കാൻ സമ്മതിക്കുന്നില്ല. അതാണ് ഐ എം തിങ്കിങ് ദി പോലീസ് ഇസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ് ഫോർ മീ. അപ്പൊ ഞാൻ വാതിൽ കൊട്ടിയിട്ട് പറയുന്നു പോലീസ് ഹെൽപ്പ്. ഒരു ശബ്ദമില്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ പ്രദീപിനോട് പറയും മര്യാദയ്ക്ക് മാറിക്കോ, എനിക്ക് പുറത്ത് കിടക്കണം എന്ന് പറഞ്ഞാൽ കേൾക്കുന്നില്ല. അത് അവസാനം ബാക്കിൽ മനോജ് നിൽക്കുന്നുണ്ട്. ഞാൻ മനോജ് ഒന്ന് പറയേ പ്രദീപിനോട് വാല് തുറക്കാൻ, എനിക്ക് പോണം എന്നിട്ട് പ്രദീപ് പറഞ്ഞാൽ മനോജ് പറയുന്നുണ്ട് പ്രദീപിനോട് വാല് തുറന്നു കൊടുക്കുമെന്ന്. എന്നിട്ട് ഈ പ്രദീപ് കേൾക്കുന്നില്ല, എന്റെ കൈ പിടിച്ച് മാറ്റാൻ നോക്കുകയാണ്. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് തുറന്നോളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയോ തുറന്ന്. ഞാൻ വിചാരിക്കുന്നു പോലീസിനെ എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് നോക്കും, പിങ്ക് ആരും ഇല്ല, അവിടെ ഒരാളും ഇല്ല. എന്നിട്ട് ഞാൻ എന്റെ ടാക്സി ഞാൻ വിളിച്ചത് അവര് അതിനെക്കാട്ടും പേടിച്ചു. മിനിസ്റ്റർ വീട്ടിലേക്കാന്ന് പറഞ്ഞപ്പോൾ ടാക്സിക്കാർ പോലും വരാൻ പേടിച്ചു. എന്നിട്ട് അവര് പുറത്ത് വെയിറ്റ് ചെയ്യണം. ഞാൻ അവരുടെ അടുത്ത് വരാൻ പറഞ്ഞു, അവര് പേടിച്ചു. അത് കഴിഞ്ഞ് കാറിലിരുന്ന് അവർക്ക് പേടി, മാഡം ഞങ്ങളെ വല്ലതും ചെയ്യുമോ? ഞാൻ പറഞ്ഞു നിങ്ങളെ ആരും ചെയ്യില്ല, നിങ്ങൾക്ക് പാലക്കാട്ടിലേക്ക്. എന്നിട്ട് ത്രൂ ഔട്ട് മൈ ജേർണി അവർക്ക് പേടിയാണ്, ഞങ്ങളെ വല്ലതും ചെയ്യുമോ, ഞങ്ങളുടെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളെ ആരും ചെയ്യില്ല, എന്നെ പാലക്കാട് കൊണ്ടുവിട്. രാത്രി 2 മണിക്കാണ് ഞാൻ പാലക്കാട് എത്തിയത്. അത് കഴിഞ്ഞിട്ട് ഇതുവരെയ്ക്കും ഞാൻ ആരുടെ ഫോണോ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. എന്റെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതിന്റെ റീസൺ മന്ത്രി ഇപ്പോൾ മിനിസ്റ്റർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു 112